നമസ്കാരം. എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥനെ ഒന്ന് കാണണമായിരുന്നു. അതിനെന്താ, ഞാൻ തന്നെയാണല്ലോ. ഓ ആചാര്യജി, നിങ്ങളായിരുന്നോ? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാൻ വിചാരിച്ചു കുറെ കാലമായില്ലേ നിങ്ങളൊക്കെ എന്നെ മറന്നു കാണുമെന്ന്. നമസ്കാരം ഉണ്ട് പെങ്ങളെ, നമസ്കാരം. എനിക്ക് നിന്നെ എങ്ങനെ മറക്കാൻ പറ്റും? ശിവ, ഇതെന്റെ ബാല്യകാല സുഹൃത്ത് ഭട്ടാചാര്യയാണ്. വീനസ് സിറ്റിയിൽ നീ പുതുതായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയെന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഇതെന്റെ കൊച്ചുമകൻ ശിവ, ഇതൊക്കെ അവന്റെ കൂട്ടുകാരും. നമസ്കാരം സാർ. നമസ്കാരം മോനെ. ചെല്ലു മക്കളെ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ഷോപ്പ് ചെയ്തോളൂ ഇവിടുന്ന്. അതുവരെ ഞാൻ എന്റെ കൂട്ടുകാരനെ പോയി ഒന്ന് സംസാരിക്കട്ടെ. ഓക്കെ മിസ്റ്റർ ഭട്ടാചാര്യ, താങ്ക് യു വെരി മച്ച്. റോമിയോ ഡേഞ്ചറിനാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. അല്ല, നിങ്ങൾക്ക് എത്ര സാധനം വേണമെങ്കിലും എടുത്തോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അതിന്റെ പണം എത്രയാന്ന് വെച്ചാൽ തന്നാ മതി. പണം തരാതെ എങ്ങോട്ട് പോവാനാ ഉദ്ദേശം? ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞങ്ങൾ റോമിയോ ഡേഞ്ചറിന്റെ ആളുകളാണെന്ന്. ഞങ്ങൾക്ക് പണം കൊടുത്ത് ശീലമില്ല. പണം എടുത്തോണ്ട് പോരാ പതിവ്. ബൈ ബൈ മിസ്റ്റർ ഭട്ടാചാര്യ. അങ്കിൾ, ആ എടുത്ത പണം അവിടെ തന്നെ തിരിച്ചു വെച്ചേക്ക്. പിന്നെ നിങ്ങൾ എടുത്ത സാധനങ്ങൾക്കൊക്കെ വേഗം പണം വെച്ചിട്ട് ഇവിടുന്ന് പൊക്കോളൂ. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ നീ ചിലപ്പോ ഒരു ഹീറോ ആയിരിക്കും, പക്ഷെ നിന്നെ അടിച്ച് തറിപ്പിനമാക്കി നിന്നെ ഒരു സീറോ ആക്കാൻ ഞങ്ങൾക്ക് അധികം സമയം വേണ്ട. കേട്ടോ കുട്ടി? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇപ്പൊ പൈസ തരുന്നു അല്ലെങ്കിൽ മേടിക്കുന്നു. ഇതാ നിങ്ങളുടെ പൈസ ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് പോകാമല്ലോ. സോറി, ഐ എം റിയലി സോറി. നമുക്ക് സ്ഥലം വിടാം. താങ്ക് യു ശിവ, താങ്ക് യു മോനെ. നീ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തല്ലോ മോനെ. ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ മോൻ എവിടുന്നാ പഠിച്ചത്? ഞാൻ തന്നെ പഠിപ്പിച്ചത്, അല്ലാതെ വേറെ ആര്? ഡേഞ്ചർ, റോമിയോ ഡേഞ്ചർ. കാണാൻ സുന്ദരനാണ്, പക്ഷെ ഞാൻ ആള് ഭയങ്കര ഡേഞ്ചറുമാണ്. ആരി പാരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയേ? ആരടി മേടിച്ചിട്ടാ വരുന്നേ? എന്റെ പൊന്നാരി, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചോണ്ട് വന്നേന്ന് അറിഞ്ഞില്ലേ ബോസ് നമ്മളിട്ട് കാച്ചും കേട്ടാ. പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞത് ശരിയാണ് പ്യാരി. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത? ആരുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചോണ്ട് വന്നേ? ആരാ നിങ്ങളെ തല്ലിയെന്ന് പറ. ആർക്കാണ് ഇത്രയും ധൈര്യം ഉള്ളത്? അതും റോമിയോ ഡേഞ്ചറിന്റെ ആളുകളെ തല്ലാനായിട്ട്? വേഗം പറയാ. മൈ ബോസ്, ഞങ്ങൾ ആരും തല്ലിയതല്ല. ആക്ച്വലി ഞങ്ങൾ സാധനങ്ങളുമായിട്ട് ബൈക്കിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ ബൈക്ക് ഒന്ന് സ്കിഡായി. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും പരിക്ക് പറ്റിയതാണ്. അല്ലാതെ ബോസ് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാ ശരി, ഒരു കാര്യം കേൾക്കൂ. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇവിടെ നല്ലൊരു ന്യൂസ് ഉണ്ട്. നല്ല ന്യൂസോ? അത് എന്താണ് ബോസ്? അതായത് ഇപ്പൊ വീനസ് സിറ്റിയിൽ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് വീനസ് സൂപ്പർ മാർക്കറ്റ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അവിടെ ചെന്ന് എല്ലാ സാധനങ്ങളും വാരി എടുത്തോണ്ട് വരൂ. പക്ഷേങ്കിൽ ഒരു പൈസ പോലെ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. റോമിയോ ഡേഞ്ചറിന്റെ പേര് കേട്ടാ മതി, എല്ലാരും ഞെട്ടും. ബോസ്, നിങ്ങൾ പറഞ്ഞതൊക്കെ വളരെ ശരി തന്നെ. പക്ഷേ ആക്സിഡന്റ് കാരണം ഞങ്ങൾക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും നടക്കാൻ പോലും വയ്യ ബോസ്. അതുകൊണ്ട് ബോസ് വേറെ ആരെങ്കിലും പറഞ്ഞാൽ വളരെ നന്നായിന്നെ ബോസ്. ശരിയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ചങ്കോ മങ്കോ, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വരൂ. ഓക്കെ റോമിയോ ഡേഞ്ചർ, ഞങ്ങൾ ഒരു വർഷത്തേക്കുള്ള സാധനം അവിടെ നിന്ന് എടുത്തോണ്ട് വന്നേക്കാം. All the best.
ശിവ വേഗം വരൂ. ആ റോമിയോ ഡേഞ്ചറിന്റെ ആൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ അങ്കിൾ, ഞാൻ ഇപ്പൊ അവിടെ എത്താം. ഏ കുട്ടി, എന്താ നിനക്ക് വേണ്ടത്? മര്യാദയ്ക്ക് വഴി മാറുന്നേക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിന്റെ പേരെന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിൽ ഒരു കാര്യമില്ല. പറഞ്ഞു കേട്ടല്ലോ ചക്ക. പക്ഷെ എനിക്ക് നിങ്ങളിൽ നിന്നും കാര്യം കാണാനുണ്ടല്ലോ. വീനസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്ത എല്ലാ സാധനങ്ങളും വേഗം തിരിച്ചുകൊണ്ടേക്ക്, അല്ലെങ്കിൽ ഇനി എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. മതിയാക്ക്. ഇനി ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എണീറ്റ് പോവാൻ പോലും പറ്റില്ല. എന്നിട്ട് പോയേ പറ്റൂ അങ്കിൾ. വേഗം തിരിച്ചു പോയി ആ സൂപ്പർ മാർക്കറ്റ് അങ്കിളുടെ അടുത്ത് നിങ്ങൾ എടുത്ത പണവും പിന്നെ സാധനങ്ങളുടെ പൈസയും തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ പപ്പടാക്കി കളയും. അതെ അതെ, ഞങ്ങളെ കൊണ്ടുപോയി കൊടുത്തേക്കാം. ഇനി മേലെ സാധനം വാങ്ങിക്കാൻ അങ്ങോട്ട് ചെല്ലത്തേ ഇല്ല. എന്താ അത്? മോന്തയൊക്കെ ചിളക്കിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നേക്കണത്? കാണുമ്പോളേ അറിയാം ആരോ നിങ്ങളെ ശരിക്കൂട്ട് പെരുമാറിയിട്ടുണ്ടെന്ന്. എന്താ പറ്റിയെന്ന് പറ. ഞങ്ങള് വരുന്ന വഴിക്ക് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അറിയാതെ ഇങ്ങനെ പറ്റിപ്പോയതാ. ജീപ്പിന്റെ ടയർ കുഴിയിൽ പെട്ടുപോയി. അവിടെ നിന്ന് തെറിച്ച് വീണതാ ബോസേ. അങ്ങനെ പരിക്കും പറ്റി. ബോസ് പെർമിഷൻ തരണേ അങ്ങനെ പോയി മരുന്ന് വാങ്ങിക്കായിരുന്നു. ഞങ്ങളുടെ ജീപ്പ് വീണ അതേ കുഴിയിൽ തന്നെയാണോടെ നിന്റെ വണ്ടി വീണത്? കാര്യം എന്നോട് തുറന്നു പറയടേ. അതെ, അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവം നടന്നത്. പിന്നെ ആരെങ്കിലും അറിയാക്കി കളിയാക്കും, പിന്നെ പുകിലാവെന്ന് വെച്ചാ പറയാത്ത. ചപ്പുട്ടപ്പോ ഇനി നിങ്ങൾ രണ്ടുപേരും പോകൂ. ഓക്കേ ബോസ്. ബോസ്, നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പോയി, ബ്രേക്ക് ഡൗൺ ആയി. ബോസ്, ജീപ്പിന്റെ ടയർ പൊട്ടിത്തെറിച്ച് വണ്ടി സ്കിഡായി ബോസ്. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ എല്ലാരും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് വെറും കൈയോടെയാണല്ലോ തിരിച്ചു വരുന്നത്. ഒരാൾ ബ്രേക്ക് പൊട്ടി എന്ന് പറയുന്നു, ഒരാൾ ജീപ്പ് ആക്സിഡന്റ് ആയെന്ന് പറയുന്നു, ഒരാൾ പറ്റേത് പോയി ഇത് പോയി എന്ന് പറയുന്നു. എന്താണ് ഇയാൾക്ക് എന്തറിയാം? ആ കുട്ടിയുടെ മുമ്പിൽ നമ്മുടെ ട്രെയിനിങ് ഒക്കെ വെറും പൊടിപടലമാണെന്ന്. എന്റെ ബോസേ, ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവാനാ ബോസേ? എന്തുണ്ടാവാനാണെന്നോ? പ്രശ്നം ഉണ്ടെന്നേ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അറിയോ നിങ്ങൾക്ക്? അത് പിന്നെ ബോസ്, അവിടെ ഒരു കുട്ടിയുണ്ട്, അവന്റെ പേരാണ് ശിവ. അവനൊരു മിടുക്കൻ മാത്രമല്ല, അവനൊരു ഭയങ്കര ഫൈറ്ററുമാണ് ബോസ്. ആക്ച്വലി ഞങ്ങളുടെ മോട്ടോർ ബൈക്കും സ്കിഡായിട്ടില്ല, ഇവന്മാരെ ജീപ്പും സ്കിഡായിട്ടില്ല ബോസ്. ബോസ്, ആ സൂപ്പർ മാർക്കറ്റ് ശിവയുടെ ഒരു അങ്കിളുടെ ആണെന്നേ. ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ കട്ടെടുത്ത് പുറത്തേക്ക് വരുമ്പോ ശിവയാണ് ഞങ്ങൾ അടിച്ച് തരിപ്പണമാക്കിയെന്ന്. എന്തുകൊണ്ട് നിങ്ങൾ ആരും എന്നോട് ഈ കാര്യം പറഞ്ഞില്ല? ഭീകര കുട്ടിക്ക് എന്നെ അങ്ങനെ പേടിപ്പിക്കാനാവില്ല. ഒരു ചെറിയ കുട്ടി കാരണം റോമിയോ ഡേഞ്ചർ പേടിച്ചോടിയുന്ന ആളുകൾ അറിഞ്ഞാലുണ്ടല്ലോ, എന്റെ അഭിമാനം പുകഞ്ഞ കട്ടായി മാറും, അറിയോ? പിന്നെ ആളുകൾ കളിയാക്കി ചിരിക്കും. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ആദ്യം ആ കുട്ടിയെ നമ്മുടെ വഴിയിൽ നിന്ന് മാറ്റണം. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി അവിടെ എല്ലാം നശിപ്പിച്ചാലേ എന്റെ പേര് നന്നാവൂ. അപ്പോളേ ആ കുട്ടിക്ക് മനസ്സിലാവൂ, കാണാൻ ഞാൻ ഭയങ്കര സുന്ദരനാണെങ്കിലും
പക്ഷെ ഞാൻ ഭയങ്കര ഡേഞ്ചർ ആയ ഒരാളാണെന്ന്. ശിവ, നീ ആ റോമിയോ ഡേഞ്ചറിന്റെ ആൾക്കാരെ കണക്കിന് ശരിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി അവന്മാർ ഒരിക്കലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, കള്ളൻ പിടിക്കൂ, പിടിക്കൂ, ആ കള്ളനെ വേഗം പിടിക്കൂ. ഡേഞ്ചർ, റോമിയോ ഡേഞ്ചർ എന്നാണ് എന്റെ പേര്. ഞാൻ കാണാൻ ഭയങ്കര സുന്ദരനാണ്, പക്ഷെ ഞാനാള് ഭയങ്കര ഡേഞ്ചറുമാണ്. ഓ, ഈ കുട്ടിയാണല്ലേ നിങ്ങളെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് തല്ലി തരിപ്പണമാക്കി ഒരു വഴിയാക്കിയത്. ഇനി നീ എങ്ങനെ രക്ഷപ്പെടും കുട്ടി? ഈ നെറ്റ് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് മുറിക്കാനും പറ്റില്ല, കത്ത് ചമ്പലാക്കാനും പറ്റില്ല. കേട്ടല്ലോ? ഞാൻ നിന്നോട് തീർച്ചയായിട്ടും പകരം ചോദിക്കും. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഹാപ്പി ഹാങ്ങിങ്. നമ്മള് ശരിക്ക് മണയിൽ കുടുങ്ങി ഇനിയിപ്പോ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരുന്ന തോന്നണത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഡേഞ്ചർ, റോമിയോ ഡേഞ്ചർ. നീ പടുത്തുയർത്തിയ സൂപ്പർ മാർക്കറ്റും ഉണ്ടാവില്ല. നിന്റെ സാധനങ്ങളെല്ലാം തരിപ്പണമാക്കി കളയും. എന്നാലേ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കൊക്കെ എന്നെ പറ്റി മനസ്സിലാകൂ. ഞാൻ കാണാൻ സുന്ദരൻ മാത്രമല്ല, മഹാ ഡേഞ്ചറുമാണെന്ന്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ദയവേത് ഇങ്ങനെ ചെയ്യരുത്. എന്റെ ഈ കട ദയവേത് നശിപ്പിക്കരുത്, പ്ലീസ്. എന്റെ മോനെ ശിവ, നീ ഒന്ന് വേഗം വന്നേ. ഇവരെ കടയൊക്കെ തല്ലി പൊളിച്ചോണ്ടിരിക്കുക. മോനെ, നീ ഒന്ന് വേഗം വാ. ഞാനിപ്പൊ തന്നെ അവിടെ എത്തിക്കോളാം അങ്കിൾ. കണ്ടോ മിസ്റ്റർ ഭട്ടാചാര്യ, ഈ ബുൾഡോസർ ഉപയോഗിച്ച് ഈ സൂപ്പർ മാർക്കറ്റ് ഞാൻ തകർത്ത് കളയാൻ പോവുകയാണ്. എവിടെ പോയി നിന്റെ ആ കുട്ടി? അങ്ങനെ ചെയ്യല്ലേ. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക, പ്ലീസ്. വേണ്ട, ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോ. എന്റെ സൂപ്പർ മാർക്കറ്റ് മാത്രം തല്ലി പൊളിക്കരുത്, പ്ലീസ്. ഒന്നും കൂടി കെഞ്ച്, കൈകൂപ്പി കെഞ്ചാൻ. ഇനി സൂപ്പർ മാർക്കറ്റ് തകർത്ത് കഴിഞ്ഞിട്ട് മാത്രമേ സമാധാനമാകൂ. അങ്കിൾ, ഇനിയും സമയമുണ്ട്. ഇപ്പൊ തന്നെ തിരിച്ചു പോയിക്കോ. ശിവ, ഏയ് കുട്ടി, നീ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത് പറ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ.
ശിവ എന്നാണ് എന്റെ പേര്. ബോസ് ബോസ് നമുക്ക് വേഗം ഓടിക്കളയാം. വെറുതെ എന്തിനാ ഇവനുമായിട്ട് വഴക്കിടുന്നത്? അത് നല്ലതല്ല. മിണ്ടാതിരിക്ക്. ഫൈറ്റ് ചെയ്യാനാ പറഞ്ഞേ. ഒരു കുട്ടിയുടെ അടുത്ത് നമ്മളിങ്ങനെ തോക്കാൻ പാടില്ല. മനമണ്ട. ഇന്നാ പിടിച്ചോ. അടിപൊളി. ഹലോ അങ്കിൾ, ഇനി എന്താണ് അടുത്ത പ്ലാൻ? എന്തോന്ന് പ്ലാൻ? എല്ലാം നീ നശിപ്പിച്ചു കളഞ്ഞില്ലടാ ചെറുക്ക. നീ ഒറ്റൊരുത്തൻ എന്റെ ആളുകളെയും എന്നെയും തല്ലി താഴെ ഇട്ട് കളഞ്ഞില്ലേ? എന്റെ അഭിമാനമൊക്കെ പോയി. എനിക്ക് ആകെ നാണക്കേടായി പോയല്ലോ. ഞാൻ ഈ നാട് തന്നെ വിട്ടു പോവാൻ പോവാ. ഏത് നാട്ടിലേക്ക് പോവാനാ പ്ലാൻ അങ്കിൾ? വേദനഗരത്തിൽ അവിടെ കുറെ വലിയ വലിയ പണക്കാരുണ്ടെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അത് എന്റെ നഗരമാണ്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇല്ല, ഞാൻ അങ്ങോട്ട് പോവുകയില്ല. ഞാനിപ്പോ നേരെ ജയിലിലേക്ക് പോവാനാ പ്ലാനിന്റെ. ഹലോ പോലീസ്, പ്ലീസ് വേഗം വീനസ് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് എന്നെ കൂടെ കൊണ്ടുപോകാൻ നോക്ക്. കേട്ടല്ലോ, ഇനിമേലാൽ നിങ്ങൾ ആരെയും ശല്യം ചെയ്യരുത്. ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ചെയ്യത്തില്ല. അത് മാത്രല്ല, നീ കാണാൻ ഭയങ്കര സുന്ദരനാ. പക്ഷെ നീയാണ് യഥാർത്ഥത്തിൽ ഡേഞ്ചർ.